അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 3 ഞായറാഴ്ച. ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8-ന് ആരംഭിക്കും. 43 സ്ഥലങ്ങളിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും സമീപ പ്രദേശങ്ങളിലും വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ 15,465 ഉദ്യോഗസ്ഥർക്കാണ് വോട്ടെണ്ണൽ ചുമതല. തമിഴ്നാട്, ബംഗാൾ, ആസാം, പുതുച്ചേരി എന്നിവിടങ്ങളിലേക്കു നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും നാളെയാണ്. രാവിലെ 10 ആകുമ്പോഴേക്കും ഫലസൂചകങ്ങൾ അറിയാം. വോട്ടെണ്ണുന്ന നാളെ കോഴിക്കോട് ജില്ലയിൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ പിന്നീട് ജില്ലാ കളക്ടർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് 200 മീറ്റർ പരിധിയിൽ മാത്രമാക്കി. പടക്കം വിൽപ്പനയും പടക്കം പൊട്ടിക്കലും നിരോധിച്ചു. ആഘോഷങ്ങൾ അതിരുകടന്നാലും സംഘർഷമുണ്ടാക്കിയാലും കടുത്ത നടപടികൾ സ്വീകരിക്കും. രാത്രി 7-ന് ശേഷം ആഹ്ലാദ പ്രകടനങ്ങൾക്കും വിലക്ക്. ആഹ്ലാദ പ്രകടനങ്ങൾക്ക് അനുമതി വേണമെന്ന് പോലീസ്. UAE വ്യോമപാതയിലെ നിയന്ത്രണങ്ങൾ നീക്കി. വിമാന സർവീസുകൾ സാധാരണ നിലയിലാകും. ഇന്ത്യൻ വിമാന കമ്പനികൾക്കും പൂർണ്ണതോതിൽ സർവീസ് നടത്താം. കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം എന്നീ വിമാനത്താവളങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ എത്തും. ടിക്കറ്റ് നിരക്കും കുറയും. കോഴിക്കോട് സ്ട്രോങ് റൂമിൽ അട്ടിമറി ശ്രമം ആരോപിച്ച് UDF നൽകിയ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. പേരാമ്പ്രയിലും കൊയിലാണ്ടിയിലും വരണാധികാരികൾ ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചു. വീഴ്ചയില്ലാത്തതിനാൽ നടപടി ഉണ്ടാവില്ലെന്നും കമ്മീഷൻ അറിയിച്ചു. മണിയാർ ജലവൈദ്യുത പദ്ധതി KSEB ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് വൈദ്യുതി വ്യവസായ മന്ത്രിമാർ തമ്മിൽ മന്ത്രിസഭാ യോഗത്തിൽ തർക്കം. ഏറ്റെടുക്കണമെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയും വേണ്ടെന്ന് വ്യവസായ മന്ത്രി P രാജീവും തർക്കിച്ചതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് തീരുമാനമെടുക്കാൻ നിയമവകുപ്പ് സെക്രട്ടറി അധ്യക്ഷനായ ഉദ്യോഗസ്ഥ സമിതിയെ നിയോഗിച്ചു. ഏറ്റെടുക്കൽ നടപടി തൽക്കാലം നിർത്തിവെക്കാൻ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. 12 മെഗാവാട്ടിന്റെ ഈ പദ്ധതി കാർബറാണ്ടം കമ്പനിയുടെ നിയന്ത്രണത്തിലാണ്. വിധവ പെൻഷൻ അപേക്ഷിക്കാൻ ഓഫീസിലെത്തിയ സ്ത്രീ നഗരസഭാ ജീവനക്കാരിയെ കടിച്ചു പരിക്കേൽപ്പിച്ചു. കോഴിക്കോട് മുക്കം നഗരസഭയിലാണ് സംഭവം. വിധവ പെൻഷൻ കിട്ടണമെങ്കിൽ പുനർവിവാഹിതയല്ലെന്ന രേഖ സമർപ്പിക്കണമെന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു. പ്രകോപിതയായ സ്ത്രീ ജീവനക്കാരിയായ ധന്യയെ ആക്രമിച്ചെന്നാണ് പരാതി. കുന്നത്തുനാട്ടിൽ പാർട്ടിയുടെ കണക്കിൽ താൻ തോറ്റുപോകുമെന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി PV ശ്രീനിജൻ. 6000 വോട്ടിന് പിന്നിലെന്നാണ് പാർട്ടിയുടെ കണക്കെന്ന് ശ്രീനിജൻ പറഞ്ഞു. എങ്കിലും വ്യക്തിപരമായ വോട്ടുകൾ സമാഹരിച്ച് ജയിക്കുമെന്നും ശ്രീനിജൻ അവകാശപ്പെട്ടു. വയനാട്ടിൽ നിന്നും മൃഗശാലയിലെത്തിച്ച പെൺകടുവ ചത്തു. വയനാട്ടിൽ നിന്ന് പിടികൂടി പുനരധിവസിപ്പിച്ച 10 വയസ്സുള്ള കടുവ ഇന്നലെ രാവിലെയാണ് ചത്തത്. വോട്ടെണ്ണൽ നടക്കാനിരിക്കെ പാലക്കാട് ജില്ലയിൽ പടക്ക നിർമ്മാണ വിൽപ്പനശാലകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഇന്നു മുതൽ 5-ാം തീയതി വരെയാണ് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി പടക്കം വിൽപ്പന നിരോധിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളിലേക്ക് പാർട്ടി പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പ്രവേശനം നിരോധിച്ചു. ആദ്യഘട്ടത്തിൽ കൈമാറിയ 51 വീടുകളിലും കുടുംബങ്ങൾ താമസം ആരംഭിച്ച സാഹചര്യത്തിലാണ് ഈ നിയന്ത്രണമെന്ന് ലീഗ് സംസ്ഥാന സെക്രട്ടറി PMA സലാം വ്യക്തമാക്കി. മൂവാറ്റുപുഴയിൽ VD സതീശന് പിന്തുണയർപ്പിച്ച് വീണ്ടും ഫ്ലെക്സ് ബോർഡ്. VSന് സീറ്റ് നിഷേധിച്ചപ്പോൾ കേരളത്തിലുണ്ടായ സാഹചര്യം ഓർക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിനുള്ള മുന്നറിയിപ്പാണ് ഫ്ലെക്സിലുള്ളത്. കോൺഗ്രസ് കൂട്ടായ്മയുടെ പേരിലാണ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. കോലഞ്ചേരി കുറിഞ്ഞി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിൽ സംഘർഷം. യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 പേർക്ക് പരിക്കേറ്റു.
15 ദിവസം വീതം ഇരുവിഭാഗത്തിനും നിർണയിച്ചു നൽകിയ സ്ഥലം ഇപ്പോൾ ഓർത്തഡോക്സ് വിഭാഗത്തിനുള്ളതാണ്. ഇതിനിടെ യാക്കോബായ വൈദികന് ആരാധനയ്ക്ക് അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ടതാണ് പ്രശ്നത്തിനു കാരണം. പശ്ചിമ ബംഗാളിൽ വോട്ടെണ്ണലിന് 200-ലധികം നിരീക്ഷകരെ കൂടി അയച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ മേൽനോട്ടത്തിനായി നിയമിച്ചതിനെതിരായ തൃണമൂൽ കോൺഗ്രസിലെ ഹർജി സുപ്രീംകോടതി തള്ളിയതിന് പിറകെയാണ് നടപടി. മധ്യപ്രദേശിലെ ജബൽപൂരിൽ 9 പേരുടെ മരണത്തിനിടയാക്കിയ ക്രൂയിസ് ബോട്ട് അപകടത്തിന് കാരണം ക്രൂയിസ് ബോട്ടിന്റെ പൈലറ്റിന്റെയും ജീവനക്കാരുടെയും വീഴ്ചയാണെന്ന് പ്രാഥമിക റിപ്പോർട്ട്. ഇരുവരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ബോട്ട് ഓപ്പറേറ്റർക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ യാത്രക്കാരെ കയറ്റിയതാണ് അപകട കാരണം. ബോട്ടിൽ കയറുമ്പോൾ തന്നെ സുരക്ഷാ ജാക്കറ്റുകൾ നൽകിയില്ല. കാണാതായ 4 പേർക്കായി തെരച്ചിൽ തുടരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് മുൻപായി തമിഴ്നാട്ടിൽ DMK വിമർശിച്ചും വിജയിയെ പ്രകീർത്തിച്ചും സഖ്യകക്ഷികൾ. ഇടതു പാർട്ടികളെ DMK അംഗീകരിക്കുന്നില്ലെന്നും സീറ്റ് വിഭജനം ശരിയായില്ലെന്നും CPM PB അംഗം K ബാലകൃഷ്ണൻ തുറന്നടിച്ചു. വിജയ് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് കോൺഗ്രസ് MP മാണിക്യം ടാഗോർ പറഞ്ഞു. സർപ്രൈസ് ഫലം ഉണ്ടാകാമെന്നായിരുന്നു വൈക്കോയുടെ പ്രതികരണം. പ്രസാർ ഭാരതിയുടെ ചെയർമാനായി പ്രശസ്ത ഗാനരചയിതാവും എഴുത്തുകാരനുമായ പ്രസൂൻ ജോഷിയെ നിയമിച്ചു. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. ആസാമിൽ രാഷ്ട്രീയ നീക്കങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസ് നിരീക്ഷകരായ DK ശിവകുമാറും ഭൂപേഷ് ഭാഗേലും ജിതേന്ദ്ര സിംഗും സഖ്യകക്ഷികളുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഗൌരവ് ഗൊഗോയ് അവകാശപ്പെട്ടു. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ഭേദിച്ച് 45,000 ടൺ പാചകവാതകവുമായി ഇന്ത്യൻ LPG ടാങ്കർ സർവശക്തി ലക്ഷ്യസ്ഥാനത്തേക്ക്. ഇറാനും US-ഉം തമ്മിലുള്ള സംഘർഷം മൂലം കപ്പൽ ഗതാഗതം നിലച്ച പാതയിലൂടെയാണ് ഈ സൂപ്പർ ടാങ്കർ സഞ്ചരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ കാങ്കറിൽ മാവോയിസ്റ്റ് തീവ്രവാദികളുടെ കുഴിബോംബ് നീക്കം ചെയ്യുന്നതിനിടെ സ്ഫോടനം. 3 ജവാന്മാർക്ക് വീരമൃത്യു. രാജ്യം മാവോയിസ്റ്റ് മുക്തമായെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈയിടെ പ്രഖ്യാപിച്ചിരുന്നു. കർണാടകത്തിലെ തുംകൂരിൽ പക്ഷിപ്പനി മൂലം മയിലുകൾ കൂട്ടത്തോടെ ചത്തു. ഇതേ തുടർന്ന് താലൂക്കിലെ 33 ഗ്രാമങ്ങളിൽ അതീവ ജാഗ്രത. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും ടാലന്റ്, ഉപയോഗിക്കൂ വേഗം. Amrutweni Dandruff, the ultimate dandruff solution. പത്രസ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യ 157ാം സ്ഥാനത്തേക്ക് താഴ്ന്നു. ആകെ 150 രാജ്യങ്ങൾ ഉൾപ്പെട്ട പട്ടികയിൽ കഴിഞ്ഞ വർഷം ഇന്ത്യ 151ാം സ്ഥാനത്തായിരുന്നു. റിപ്പോർട്ടേഴ്സ് സാൻ ഫ്രണ്ടിയേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഇന്ത്യ 153ാം സ്ഥാനത്തുള്ള പാകിസ്ഥാനേക്കാൾ പിറകിലാണ്. നേപ്പാൾ 87, മാലദ്വീപ് 108, ശ്രീലങ്ക 134, ഭൂട്ടാൻ 150, ബംഗ്ലാദേശ് 152 എന്നീ രാജ്യങ്ങളെക്കാൾ പിന്നിലാണ് ഇന്ത്യ. നോർവേ, നെതർലാൻഡ്സ്, എസ്റ്റോണിയ എന്നിവയാണ് പട്ടികയിൽ ആദ്യ 3 സ്ഥാനങ്ങളിൽ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലായിരിക്കവെ മധ്യസ്ഥ നീക്കവുമായി റഷ്യ. റഷ്യൻ വിദേശകാര്യമന്ത്രി ഇറാനിയൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തി. ഇറാൻ അടക്കമുള്ള ശത്രു രാജ്യങ്ങളോട് അനുഭാവം പ്രകടിപ്പിക്കുകയും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്ത കേസിൽ 4 പ്രതികൾക്ക് കുവൈറ്റിലെ കോടതി 3 വർഷം കഠിന തടവ് വിധിച്ചു. ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധനവില ഇരട്ടിയായതും ട്രംപ് ഭരണകൂടത്തിന്റെ സാമ്പത്തിക പാക്കേജ് പരാജയപ്പെട്ടതുമൂലം സ്പിരിറ്റ് എയർലൈൻസ് പ്രവർത്തനം നിർത്തി. ഈ തകർച്ച ആയിരക്കണക്കിന് സർവീസുകൾ റദ്ദാക്കുന്നതിനും ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്നതിനും കാരണമായി. ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പലുകൾ പിടിച്ചെടുക്കുന്ന US നാവികസേന കടൽ കൊള്ളക്കാരെ പോലെയാണെന്ന് വിശേഷിപ്പിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫ്ലോറിഡയിൽ നടന്ന റാലിയിൽ സംസാരിക്കവെയാണ് ട്രംപ് ഇത്തരത്തിൽ വിവാദപരമായ പരാമർശം നടത്തിയത്. ലോകത്തെ ഏറ്റവുമധികം ആണവായുധ വ്യാപനം നടത്തുന്നത് അമേരിക്കയാണെന്ന് ഇറാന്റെ UN മിഷൻ. സമാധാന ചർച്ചകൾ യുറേനിയം സമ്പുഷ്ടീകരണത്തിലും ആണവ നിർവ്യാപന കരാറിലും തട്ടി വഴിമുട്ടി നിൽക്കെയാണ് ട്രംപിനെതിരെ ചോദ്യങ്ങളുമായി ഇറാൻ രംഗത്തെത്തിയത്. ആണവ നിർവ്യാപന ഏജൻസിയുടെ മേൽനോട്ടത്തോടെയാണ് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നതെന്നും സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നും ഇറാൻ. IPL-ൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 വിക്കറ്റ് വിജയം.
ചെന്നൈ എം.എ. ചിദംബരം സ്റ്റേഡിയത്തിൽ 160 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ആതിഥേയർ 18.1 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. 48 പന്തിൽ 67 റൺസുമായി പുറത്താവാതെ നിന്ന ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദാണ് ചെന്നൈയെ വിജയത്തിലേക്ക് നയിച്ചത്. 40 പന്തിൽ പുറത്താവാതെ 54 റൺസെടുത്ത കാർത്തിക് ശർമ്മ ഋതുരാജിന് നിർണായക പിന്തുണ നൽകി. ഈ ജയത്തോടെ ചെന്നൈ പോയിന്റ് പട്ടികയിൽ 6ാം സ്ഥാനത്തേക്ക് കയറി. മുംബൈ 9ാം സ്ഥാനത്താണ്. വനിതാ T20 ലോകകപ്പിനുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ച് BCCI. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. ബാറ്റർ സ്മൃതി മന്ദാനയാണ് വൈസ് ക്യാപ്റ്റൻ. സൂപ്പർ താരങ്ങളായ ഷഫാലി വർമ്മ, ജെമീമ റോഡ്രിഗസ്, റിച്ച ഘോഷ് എന്നിവർ ടീമിലുണ്ട്. പരിക്കേറ്റ അമൻജോത് കൌർ, ഹർലീൻ ഡിയോൾ, സ്നേഹ റാണ എന്നിവർ ടീമിലില്ല. ഇംഗ്ലണ്ടിൽ ജൂൺ 12 മുതൽ ജൂലൈ 5 വരെയാണ് ടൂർണമെന്റ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.